രാവിലത്തെ കുറച്ചധികം ഒബ്സർവേഷൻ പരിപാടികൾക്ക് ശേഷം ഞാൻ നേരെ പോയത് നമ്മുടെ വീട്ടിലെ പാഷൻ ഫ്രൂട്ടിൻ്റെ ചോട്ടിലേക്കാണ്. ദേ ഇത് കണ്ടോ, ഇത് കാണുമ്പം എനിക്ക് ഓർമ്മ വരുന്നൊരു മലയാളത്തിലെ ഫേമസ് ആയിട്ടുള്ള ചൊല്ലാണ് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. ഇത് പണ്ട് കിട്ടാനും കഴിക്കാനും എന്തോരം ആഗ്രഹിച്ചിരുന്നെന്നോ. പക്ഷെ ഞങ്ങളുടെ വീട്ടിലിതുണ്ടായപ്പോൾ ഞങ്ങൾക്കിതിന് വലിയ മാറ്റില്ല. അപ്പോഴാണ് ഞാൻ കഴിഞ്ഞ ദിവസം കഴിച്ച മിറാക്കിൾ ഫ്രൂട്ടിനെ കുറിച്ചും അതിൻ്റെ സീഡ് ഞാൻ സൂക്ഷിച്ച് വെച്ചതിനെക്കുറിച്ചും ഞാൻ ആലോചിച്ചത്. ഇതിൻ്റെ ഉൾഭാഗം ഏകദേശം ഇങ്ങനെ ഇരിക്കും. സാപ്പറ്റേസിയെ ഗൂഗിൾ ചേച്ചി പറഞ്ഞു തന്നതാണ്. ഈ സാപ്പറ്റേസിയെ ഫാമിലിയിൽപ്പെട്ട ഈ ഒരു മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ചിട്ട് എന്ത് കഴിച്ചാലും എന്ന് ഞാൻ പറയുന്നില്ല, പുളിപ്പുള്ള എന്ത് കഴിച്ചാലും നല്ല മധുരമായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. ഞാനങ്ങനെ നാരങ്ങയൊക്കെ കുറച്ച് കഴിച്ചു നോക്കി, സത്യമാണ്. അത് കഴിഞ്ഞിട്ട് അവിടെയുള്ള കുറച്ച് സ്റ്റാർ പുളിഞ്ചീനെ കൂടുതൽ ഒബ്സർവ് ചെയ്തിട്ട് പിന്നെ ഞങ്ങളുടെ വീട്ടിൽ വരുന്ന അതിഥികളായിട്ടുള്ള വാലാട്ടിക്കിളി, കരിയിലക്കിളി, അങ്ങനെ ഉപ്പൻ അതുപോലെയുള്ള കിളികൾക്ക് വേണ്ടിയും ഈ വീഡിയോ കണ്ട് വരുന്ന കിളികൾക്ക് വേണ്ടിയും വെള്ളം വെച്ചിട്ട് ഞാൻ ചൂട് കാരണം അകത്തോട്ട് പോയി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.